ലോകമഹായുദ്ധത്തിന് ട്രംപിനെതിരെ ചൈനയുടെ മുന്നറിയിപ്പ്. ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുമെന്നുള്ള ട്രംപിന്റെ മുന്നറിയിപ്പിനെതിരെ യൂറോപ്യൻ രാജ്യങ്ങൾ ശക്തമായി ഏകോപന സ്വരത്തിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ ഏകോപിപ്പിക്കപ്പെടുന്നു. ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുമെന്ന് പ്രഖ്യാപിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ യൂറോപ്യൻ രാജ്യങ്ങൾ എന്തുകൊണ്ട് ഒന്നിക്കുന്നു എന്നുള്ളതാണ്. ഒരേ സമയം യൂറോപ്യൻ രാജ്യങ്ങൾ അങ്ങനെ ഒന്നിക്കണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വെനസ്വേലയുടെ പിടിച്ചടക്കലും ഇപ്പോൾ ഇതാ ഗ്രീൻലാൻഡിനെ പിടിച്ചടക്കുമെന്നുള്ള ട്രംപിന്റെ മുന്നറിയിപ്പും കണ്ടിട്ട് തന്നെയാണ് ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഒരു ലോകമഹായുദ്ധത്തിനുള്ള സാധ്യതകൾ തെളിയുന്നു എന്നുള്ളത്. ട്രംപിന്റെ മുന്നറിയിപ്പിനെതിരെ 7 യൂറോപ്യൻ രാജ്യങ്ങളാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഗ്രീൻലാൻഡിന് വേണ്ടിയിട്ട് ഡെൻമാർക്ക്, പ്രധാനമന്ത്രി മെറ്റെ ഫ്രെഡറിക്സിനെ പിന്തുണച്ചുകൊണ്ട് UK-യും ഫ്രാൻസും സ്പെയിനും ഇറ്റലിയും ജർമ്മനിയും പോളണ്ടും അടക്കമുള്ള രാജ്യങ്ങളുടെ നേതാക്കൾ അവർക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഗ്രീൻലാൻഡ് പിടിച്ചടക്കാൻ ട്രംപിന് ഒരു അധികാരവുമില്ല എന്നുള്ളതാണ് മെറ്റെ ഫ്രെഡറിക്സിന്റെ പ്രസ്താവന. ഡെൻമാർക്കിന്റെ സ്വയംഭരണ പ്രദേശമാണ് ഈ ഗ്രീൻലാൻഡ് എന്ന് പറയപ്പെടുന്നത്. വെനസ്വേലയിലെ കടന്നുകയറ്റത്തിന് പിന്നാലെയാണ് ഗ്രീൻലാൻഡ് അമേരിക്കയുടേതാണ് എന്നുള്ള അവകാശവാദം ട്രംപ് ആവർത്തിച്ചിരിക്കുന്നത്. ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുമെന്ന് ട്രംപ് മുൻപും പ്രഖ്യാപനം നടത്തിയിരുന്നു. എന്നാൽ ഒരു രാജ്യവും ലോക പോലീസ് ചമയേണ്ട എന്നുള്ള ഒരു സമീപനം സ്വീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ വെനസ്വേലയെ തൊട്ടപ്പോൾ പലരും മൗനമായി നിന്നതും റഷ്യ മാത്രം അതിനോട് പ്രതികരിച്ചതും മാത്രമാണ് നമ്മൾ കണ്ടത്. പക്ഷേ റഷ്യയുടെ പ്രതികരണം വന്നിട്ടില്ല എന്നുള്ളതാണ്. റഷ്യ ഏതെങ്കിലും തരത്തിലൊരു പ്രതികരണം നടത്തിയാൽ വെനസ്വേലയിൽ നിന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു പ്രതികരണം റഷ്യയുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ ആ പ്രതികരണം താങ്ങാനുള്ള കരുത്ത് പക്ഷേ ട്രംപിനില്ല എന്നുള്ളതാണ്. അപ്പോൾ റഷ്യയുടെ ആ ഒരു പ്രതികരണം വരികയും ഒപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം എത്തിക്കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോകുവാൻ വലിയ പ്രയാസമായിരിക്കും, വലിയ പ്രതിസന്ധിയായിരിക്കും അമേരിക്കയ്ക്ക് ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി അവിടെ ഒരു യുദ്ധത്തിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഇന്ന് വരെ കാണാത്ത ഒരു പ്രതീതിയാണ് ഈ ഗ്രീൻലാൻഡുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ സ്വീകരിച്ചിരിക്കുന്ന അമേരിക്കയുടെ നിലപാട് എന്ന് പറയപ്പെടുന്ന 3ാം ലോക മഹായുദ്ധത്തിന് തത്തുല്യമായതാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു രാജ്യത്തിനെ പിടിച്ചടക്കുവാനുള്ള കരുത്തും അല്ലെങ്കിൽ അങ്ങനെ ഒരു രാജ്യത്തിനെ തന്റെ പരിധിയിലേക്ക് കൊണ്ടുവരുവാനുള്ള കഴിവൊന്നും ഒരാളും കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ലോകത്തിലെ പല മഹത്തായ രാജ്യങ്ങൾക്കും മറ്റു പല രാജ്യങ്ങളെയും പിടിച്ചടക്കാൻ കഴിയുമായിരുന്നു, അത് കഴിയുന്നതുമാണ്. പക്ഷെ അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ അത് ഒരു ലോകതത്വത്തിൽ അടിസ്ഥാനപരമായി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ അതിവിടെ പ്രാവർത്തികമാക്കാൻ ട്രംപിന് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ട്രംപിനോട് കഴിഞ്ഞ ദിവസം അമേരിക്ക പറഞ്ഞതാണ് ശരി. ഒരു രാജ്യവും ലോക പോലീസ് ചമയേണ്ട എന്ന് പറയപ്പെടുന്നത് പോലെയാണ് അത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നിക്കോളസ് മഡുറോയെയും ഭാര്യയും വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ട്രംപിനെതിരെ ചൈന പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് രംഗത്തെത്തുകയുണ്ടായി. ഒരു രാജ്യവും ലോക പോലീസ് ചമയേണ്ട എന്നും ട്രംപ് തട്ടിക്കൊണ്ടുപോയ നിക്കോളസ് മഡുറോയെയും ഭാര്യയും വിട്ടയക്കേണ്ടത് അത്യാവശ്യമാണ് എന്നും അനിവാര്യതയാണ് എന്നുമാണ് ചൈനയുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞത്. അതും വളച്ചുകെട്ടില്ലാത്ത ശക്തമായ ഭാഷയിൽ ചൈന ട്രംപിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു. യുദ്ധമല്ല, യുദ്ധത്തിനോട് ഭയവുമില്ല എന്ന് പറയപ്പെടുന്ന വളരെ കൃത്യമായ ഒരു അറിയിപ്പ് തന്നെയായിരുന്നു, ഒരു മുന്നറിയിപ്പ് തന്നെയായിരുന്നു ചൈനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഒരു രാജ്യവും അന്താരാഷ്ട്ര ജഡ്ജിയായോ ലോക പോലീസായോ പ്രവർത്തിക്കേണ്ടതില്ല. എല്ലാ രാജ്യങ്ങൾക്കും പരമാധികാരവും സുരക്ഷയും അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ചായിരിക്കണമെന്നും ഒരു രാജ്യത്തിനും ലോകത്തിന്റെ വിധികർത്താകാൻ അധികാരമില്ല എന്നുമാണ് വിദേശകാര്യമന്ത്രിയായിട്ടുള്ള വാങ് യി ചൂണ്ടിക്കാട്ടിയത്. മഡുറോയുടെയും ഭാര്യയുടെയും സുരക്ഷ ഉറപ്പാക്കുകയും അവരെ ഉടൻ വിട്ടയക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ചൈന അത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വെച്ചത്. വെനസ്വേലയിലെ ഭരണകൂടം അട്ടിമറിക്കുവാനുള്ള ശ്രമങ്ങൾ അവസാനിപ്പിച്ച് സംഭാഷണവും ചർച്ചയും വഴി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണമെന്ന് ചൈന ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. മഡുറോയെയും ഒപ്പം തന്നെ അവരുടെ ഭാര്യയും ബലപ്രയോഗത്തിലൂടെ പിടികൂടി രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോയ US-ന്റെ നടപടി എന്ന് പറയപ്പെടുന്നത് അത്യന്തം ഗൗരവത്തോടെ കാണുന്നുവെന്ന് ചൈന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അപ്പോൾ ഈ നീക്കം അന്താരാഷ്ട്ര നിയമത്തിനും ഒപ്പം തന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള അടിസ്ഥാന നയങ്ങൾക്കും ഐക്യരാഷ്ട്ര സഭയുടെ ചാർട്ടറിന്റെ ലക്ഷ്യങ്ങൾക്കും തത്വങ്ങൾക്കും വിരുദ്ധമാണ് എന്നും പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. US-ന്റെ നടപടി മേഖലയിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഒപ്പം തന്നെ ഗുരുതരമായിട്ടുള്ള ഭീഷണി ഉയർത്തുന്നതാണ് എന്ന് ചൈന അഭിപ്രായപ്പെടുകയും ചെയ്യുന്നു. വെനസ്വേലയിലെ ആഭ്യന്തര കാര്യങ്ങളിൽ വിദേശ ഇടപെടൽ അനുവദനീയമല്ല എന്ന് ആവർത്തിച്ച് പറയുന്ന ചൈന ബലം പ്രയോഗിക്കുന്ന നയങ്ങൾ ഉപേക്ഷിച്ച് രാഷ്ട്രീയ പരിഹാരത്തിലേക്ക് നീങ്ങണമെന്ന് അമേരിക്കയോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ അമേരിക്കയുടെ വൈരുദ്ധ്യം മനസ്സിലാക്കേണ്ടത്. ജനാധിപത്യം സംരക്ഷിക്കാൻ എന്ന പേരിൽ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കുവാൻ നടത്തുന്ന ഇവരുടെ ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ അത് ഒരിക്കലും മറ്റു രാജ്യങ്ങൾ വെച്ചു പൊറപ്പിക്കില്ല എന്നുള്ളതാണ്. ഇവിടെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ റഷ്യ കൂടി ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതിഷേധമോ പ്രതിരോധമോ തീർക്കാൻ തുനിഞ്ഞിറങ്ങിയാൽ പിന്നെ അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് ഒരു ലോകമഹായുദ്ധത്തിന്റെ ഉൾക്കള്ളികളിലേക്ക് ഇത് ചെന്ന് വീഴപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം യൂറോപ്യൻ രാജ്യങ്ങൾ ഈ പ്രസ്താവനകൾ ഇപ്പോൾ ഗ്രീൻലാൻഡ് പിടിച്ചടക്കാൻ പോകുന്നു എന്ന് പറയപ്പെടുന്ന പ്രസ്താവനയെ എതിർക്കുന്നു.
ഒപ്പം തന്നെ വെനസ്വേലയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ അവർ ഒരു വലിയ തീരുമാനത്തിലേക്ക് എത്തുന്നു. ഒപ്പം തന്നെ റഷ്യ വെനസ്വേലയിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ വലിയ ആക്രമണങ്ങൾ അമേരിക്കക്കെതിരെ നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ അമേരിക്ക എന്ന് പറയപ്പെടുന്നത് ചാരമായി തീരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്ത കാര്യവുമാണ്. അപ്പോൾ അങ്ങനെ വലിയ വിഷയങ്ങളിലേക്ക് പോകുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ഇനി ഞാൻ പറയുന്നത് ഈ ഏതൊരു ശക്തിയും ഏതൊരു വൻശക്തിയാണെങ്കിലും ഇത്തരത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത് ഒരിക്കലും ഒരു ലോക തത്വങ്ങൾക്കനുസരിച്ചിട്ടല്ല എന്ന് കൂടി പറയട്ടെ. മഡൂറയെ അടക്കം ഇങ്ങനെ വീട്ടുതടങ്കലിലേക്ക് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ തടങ്കലാക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത് അത് ഒരു രാജ്യത്തിനും ചേർന്നതും ഭൂഷണവുമല്ല. മഡൂറയെ വിട്ടയച്ച് വെനസ്വേലയിൽ നിന്നും പിന്മാറാത്ത പക്ഷം ലോകം മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ കരിനിഴലിലേക്ക് വീഴുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വെനസ്വേലയെയും മഡൂറയെയും വിട്ടുതരുന്നതുവരെ അമേരിക്കയുടെ മേൽ ഈ റഷ്യയും യൂറോപ്യൻ രാജ്യങ്ങളും അടക്കമുള്ള ചൈനയും അടക്കമുള്ളവർ യുദ്ധത്തിന് വേണ്ടി തയ്യാറാകുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ട്രംപിനെതിരെയുള്ള മുന്നറിയിപ്പുകളാണ് ചൈനയും റഷ്യയും ലോകരാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും അടക്കം മുന്നോട്ട് വെക്കുന്നത്. ഇനിയും ഇതിന് തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ലോക മഹായുദ്ധത്തിന് ട്രംപ് തയ്യാറാകേണ്ടി വരും.